നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ രാജ്കോട്ടിൽ ഇന്നലെ ഇന്ത്യ 7 വിക്കറ്റിൻ്റെ കനത്ത പരാജയമാണ് ന്യൂസിലാൻഡിനോട് വാങ്ങിയത്. ഇപ്പോൾ ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്നിട്ടൊരു മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒന്നാണ് എന്ന കാര്യം കൂടി ഓർക്കണം. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് Newzealand's first win against India after 8 consecutive losses in ODI since 2023. 2023 ശേഷം അവർ ആദ്യമായിട്ട് ഇന്ത്യക്കെതിരെ വിജയിക്കുകയാണ് ഏകദിനത്തിൽ. എന്ന് മാത്രമല്ല, ഓൾസോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് വിൻ ഓഫ് ന്യൂസിലാൻഡ് ഓവർ ഇന്ത്യ സിൻസ് 2017. 8 വർഷക്കാലമായി എന്നർത്ഥം. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ ഒരു ഏകദിനം അവർ വിജയിച്ചിട്ട് 8 കൊല്ലക്കാലമായിരുന്നു. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളൊരു സ്കോറ് 284 അവർ ചേസ് ചെയ്യുക, അത് ഇന്ത്യയിൽ അവർ ആദ്യമായിട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ സീരീസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ന്യൂസിലാൻഡ് വരുന്ന അവരുടെ ഫുൾ പവർ ടീമും കൊണ്ടല്ല, ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമും വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ടീമിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഫുൾ സ്ട്രെങ്ത്തിൽ പോയാൽ ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും ഒക്കെ സ്ക്വാഡിൽ ഉണ്ടാവും, പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും, അത് നമ്മൾ മറക്കുന്നില്ല. എന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു പരാജയം പല ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഓരോ ഇന്ത്യൻ മത്സരങ്ങൾക്ക് ശേഷവും വിശദമായിട്ടുള്ള റിവ്യൂ ചെയ്യാറുണ്ടല്ലോ, ആ റിവ്യൂവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ റിവ്യൂ വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ പറയാറുള്ള പോലെ ഇതിൽ പറയുന്ന അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിലയിരുത്തലുകൾ, ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിലയിരുത്തലുകൾ, ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. രാജ്കോട്ടിൽ ടോസ് കിട്ടിയ ന്യൂസിലാൻഡ് ബൗൾ ചെയ്യാനാണ് തീരുമാനിച്ചത്. ആ തീരുമാനം തെറ്റായിരുന്നു എന്നാണ് പലരും ആ സമയത്ത് അതിനെക്കുറിച്ച് വിലയിരുത്തിയത്. പക്ഷേ ഡാരിൽ മിച്ചലിന് മറ്റ് ചില ഐഡിയകളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ടീമിനെ വിജയിപ്പിച്ചു. ഇനി ഇന്ത്യക്കാണ് ടോസ് കിട്ടിയിരുന്നെങ്കിലോ ഇന്ത്യ ബാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ടോസ് ഒരു പ്രതികൂല ഘടകമായി ഇവിടെ ബാധിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ന്യൂസിലാൻഡ് ഇന്ത്യയുടെ 284 ചേസ് ചെയ്തെടുത്തു, അതാണല്ലോ സംഭവിച്ചത്. ഇന്ത്യ 284 for 7 എന്ന രൂപത്തിലെത്തിക്കാനുള്ള കാരണം രാഹുലിൻ്റെ ആ കിടിലൻ സെഞ്ചുറിയാണ്, 112 നോട്ട് ഔട്ട്. പിന്നെ ഗില്ലിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി, 56 റൺസ്. ക്ലാർക്ക് ന്യൂസിലാൻഡിന് വേണ്ടി 56 റൺസിന് 3 വിക്കറ്റ് എടുത്തിരുന്നു. ആ സമയം മറുഭാഗത്ത് മിച്ചലും യങ്ങും ചേർന്നുകൊണ്ടാണ് ഈ കളി ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്തത്. യങ് 87 റൺസ് അടിച്ചപ്പോൾ മിച്ചൽ 131 റൺസുമായിട്ട് പുറത്താകാതെ വന്നു. അങ്ങനെ ഇന്ത്യയെ അവർ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. കനത്ത പരാജയമാണ്, ആ കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇനി കാര്യത്തിലേക്ക് വന്നാൽ, ഡാരിൽ മിച്ചലും വിൽ യങ്ങും ന്യൂസിലാൻഡിന് ഇന്ത്യയിലെ അവരുടെ എക്കാലത്തെയും വലിയ ചേസിങ് വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത്. അവർക്ക് ഒരു പക്ഷേ ഈ 284 എന്ന റൺസ് സ്കോറ് ചേസ് ചെയ്യേണ്ടി വന്നത് KL രാഹുലിൻ്റെ കിടിലൻ സെഞ്ചുറി കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു സ്കോറിലേക്ക് ഇന്ത്യ പോകുമായിരുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അവർ ബാറ്റ് ചെയ്യുമ്പോഴോ ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളേഴ്സ് സൂപ്പർബായിട്ടാണ് പന്തെറിഞ്ഞത്. നല്ല രൂപത്തിൽ തന്നെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ന്യൂസിലാൻഡിനെ 46-2 എന്ന രൂപത്തിലേക്ക് അവർ തള്ളിയിട്ടതുമാണ്. അവിടെ നിന്നാണ് പിന്നെ മിച്ചലും അതുപോലെ യങ്ങും ചേർന്നുകൊണ്ട് അവരെ രക്ഷിച്ചെടുക്കുന്നത്. മിച്ചൽ കൃത്യമായിട്ട് കുൽദീപിനെ ടാർഗറ്റ് ചെയ്തു. കുൽദീപ് യാദവിനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം വലിയ രൂപത്തിൽ റണ്ണ് വഴങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നതോടുകൂടി കാര്യങ്ങൾ അവർക്ക് അനായാസമാവുകയായിരുന്നു. 10 ഓവറിൽ 82 റൺസാണ് കുൽദീപ് വിട്ടുകൊടുത്തത്. പിന്നെ ഇന്ത്യ ഈവനിങ്ങിൽ പിച്ച് കുറച്ചുകൂടി ക്വിക്ക് ആൻഡ് അപ്പായി. വലിയ ഡ്യൂയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ പോലും പിച്ച് ക്വിക്ക് ആൻഡ് അപ്പായി. അത് ബാറ്റിങ്ങിന് അവർക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു. കുൽദീപ് 82 റൺസ് വിട്ടുകൊടുത്തു. അപ്പോൾ മിച്ചലും യങ്ങും ചേർന്നുകൊണ്ടുള്ള ആ പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, 162 റൺസാണ് ആഡ് ചെയ്തത്. ആ പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. മിച്ചൽ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ സെഞ്ചുറി നേടുകയും ചെയ്തു. രാജ്കോട്ടിലെ പുതിയ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ സക്സസ്ഫുൾ റൺ ചേസാണ്. 5 ഏകദിന മത്സരങ്ങൾ നടന്നപ്പോൾ ആദ്യത്തെ സക്സസ്ഫുൾ റൺ ചേസാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഹൈ സ്കോറിംഗ് മാച്ച് നമുക്ക് അവസാന മത്സരത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം.
അപ്പോൾ ഒരു സൂപ്പർബായിട്ടുള്ള പരമ്പര ഇന്ത്യയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നർത്ഥം. രാഹുലിൻ്റെ സെഞ്ച്വറി തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇന്ത്യൻ ടീമിനത്. 8ാമത്തെ സെഞ്ച്വറിയാണ് അദ്ദേഹത്തിന്. 85 ഇന്നിങ്സിൽ നിന്ന് വരുന്ന 8ാമത്തെ സെഞ്ച്വറിയാണ്. ഏതായാലും മിച്ചൽ ഇപ്പോൾ നോക്കുക 2553 റൺസാണ് അദ്ദേഹത്തിൻ്റെ ODI കരിയറിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സെഞ്ച്വറി വളരെ നാരോലി മിസ്സായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അത് നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് നമ്മൾ വന്നാൽ കെയിൽ ജാമീസനും അതുപോലെ ഫോക്സും ചേർന്നുകൊണ്ട് മനോഹരമായിട്ടാണ് അവർക്ക് വേണ്ടി പന്തെറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വളരെ പതിയായിരുന്നു. 10 ഓവർ ഒക്കെ എത്തുമ്പോൾ പതിയെ നമ്മൾ രക്ഷപ്പെട്ടു പോയി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആദ്യത്തെ 5 ഓവറിൽ വെറും 10 റൺസ് മാത്രമാണ് കെയിൽ ജാമീസനും സാക് ഫോക്സും ചേർന്ന് വിട്ടുകൊടുത്തത്. 5 ഓവറിൽ 10 റൺസ്. രോഹിത് ശർമ്മ ഗേഴ്സിലുണ്ട് നോക്കണം. അപ്പോഴാണ് ഇങ്ങനെ രോഹിത് ശർമ്മ ഒരു ഭാഗത്ത്, ഗില്ല് ഒരു ഭാഗത്ത്. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് കൊണ്ട് ഒടുവിൽ 10 ഓവറൊക്കെ പിന്നിടുമ്പോഴേക്കും കാര്യങ്ങൾ മേക്കപ്പ് ചെയ്ത് വന്നു. 12 ഓവറിൽ 70 റൺസ് എന്ന രൂപത്തിലെത്തിയതിന് ശേഷമാണ് രോഹിത് ശർമ്മ മടങ്ങുന്നത്. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്ര ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇന്നിങ്സിന് ഡിഫറൻറ്റ് ഫേസസ് ഉണ്ടായിരുന്നു. 11 പന്തിൽ 100 റൺസ് എന്ന രൂപത്തിൽ അതിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം 9 പന്തിൽ നിന്ന് 18 റൺസ് അടിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം 18 പന്തിൽ നിന്ന് 5 റൺസ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പോയി ഒടുവിൽ ക്രിസ്റ്റ്യൻ ക്ലർക്കിൻ്റെ പന്തിൽ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. സോ രോഹിത് ശർമ്മ 38 പന്തിൽ നിന്ന് 24 റൺസ് അടിച്ച് മടങ്ങുകയായിരുന്നു. പിന്നെ ഗില്ലും വിരാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരാട് മിന്നും ഫോമിലുള്ള താരമാണ്. ഗില്ല് നല്ല രൂപത്തിൽ കളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു സ്കോറിലേക്ക് നമ്മൾ പോകും എന്ന് ആ ഘട്ടത്തിൽ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ശുഭ്മൻ ഗില്ല് ഇന്ത്യൻ സ്കോർ ബോർഡിൽ 99 റൺസ് എത്തി നിൽക്കവേ ശുഭ്മൻ ഗില്ല് മടങ്ങി. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റൊരു അർദ്ധ സെഞ്ച്വറി കൂടി നേടിയിട്ടുണ്ട്. 53 പന്തിൽ നിന്ന് 56 റൺസാണ് അടിച്ചത്. ജെയ്മീസിൻ്റെ പന്തിൽ മിച്ചൽ പിടിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വേഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമ്മൾ കരുതിയിരുന്നതാണെങ്കിൽ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് ഈവൻ ന്യൂസിലാൻഡിൻ്റെ ഡെബ്യൂട്ടൻ ലെഫ്റ്റ് ആം സ്പിന്നറായിട്ടുള്ള ജെയ്ഡൻ ലെനോക്സ് പോലും പന്തെറിഞ്ഞത്. അദ്ദേഹം 5 ഓവറിലാകെ വിട്ടുകൊടുത്തത് സ്റ്റാർട്ടിങ്ങിൽ 5 ഓവറിലാകെ വിട്ടുകൊടുത്തിരുന്നത് 18 റൺസാണ്. അപ്പോൾ അത് പിച്ചിൻ്റെ ഒരു സ്ലോനെസ് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗില്ല് ഒടുവിൽ പുറത്താവുകയും ചെയ്യുന്നത്. അത് ജെയ്മീസിൻ്റെ പന്തിൽ അദ്ദേഹം പുൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പന്ത് ഷോർട്ട് മിഡ് വിക്കറ്റിൽ അവസാനിക്കുകയും ചെയ്യുന്നു. സോ ദെൻ മൈക്കൽ ബ്രേസ്വെല്ല് കൃത്യമായിട്ട് കാര്യങ്ങൾ സ്ക്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മിഡിൽ ഓവേഴ്സിൽ അദ്ദേഹം കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. കോഹ്ലി ക്ലർക്കിനെതിരെ കളിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പ്ലേഡ് ഓൺ ആയിട്ട് മടങ്ങി. 29 പന്തിൽ നിന്ന് 23 റൺസാണ് അദ്ദേഹം എടുത്തത്. അപ്പം ആ ഒരു കണ്ടീഷനിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യമാണത്. ശ്രേയസ് അയ്യർ ക്ലർക്കിൻ്റെ പന്തിൽ അതേപോലെ തന്നെ, അതായത് അദ്ദേഹം ക്യാച്ചായിട്ടാണ് പുറത്താകുന്നത്. അയ്യരുടെ കാര്യത്തിൽ ആരാധകർക്ക് നിരാശയുണ്ട്. ക്ലർക്കിൻ്റെ പന്തിൽ ബ്രേസ്വെല്ല് പിടിച്ചിട്ടാണ് ശ്രേയസ് അയ്യർ മടങ്ങുന്നത്. സ്ട്രൈറ്റ് ടു മിഡ് ഓഫ് ആയിരുന്നു ആ ഒരു ഷോട്ട് വന്നത്. അപ്പോൾ നോക്കുക, പിച്ചിൻ്റെ ഒരു സ്ലോനെസ് ഇവിടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ച അവരുടെ നായകൻ്റെ ആ ഒരു തന്ത്രം ഫലിക്കുകയായിരുന്നു. ഗെയിം വളരെ ഡ്രമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്ന കാഴ്ച. ഈ ബോൾ ഒന്നുകൂടി സോഫ്റ്റൻ ആകുന്നതോടുകൂടി ഗെയിം വല്ലാത്ത രൂപത്തിൽ മാറി. ആദ്യത്തെ 100 പന്തുകളിൽ നിന്ന് 99 റൺസാണ് വന്നതെന്ന് വെച്ചോ. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസാണെങ്കിൽ 15 4ഉം ഒരു 6ഉം പിറന്നിരുന്നു. അടുത്ത 100 പന്തുകളിൽ നിന്ന് 58 റൺസ് മാത്രമാണ് വന്നത്. 3 വിക്കറ്റുകൾ വീഴുകയും ചെയ്തു. മാത്രമല്ല 2 4കൾ മാത്രമാണ് അടിച്ചത്. അപ്പോൾ കാര്യം വളരെ കൃത്യമാണ്. ഗെയിം വളരെ സ്ലോ ആയി, പിച്ച് സ്ലോ ആയി, കാര്യങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. രാഹുൽ മാത്രമാണ് എന്തെങ്കിലും ഒരു മൊമെൻറ്റം ഈ ഒരു ഇന്നിങ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ശരിയാണ്, ഇപ്പോൾ ഇന്ത്യ ഫുൾ സ്ട്രെങ്ത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഒക്കെ നമ്പർ 6ലും നമ്പർ 7ലും ഒക്കെ ഇറങ്ങുമായിരുന്നേ. അപ്പോൾ അവർ വേണമെങ്കിൽ ഒരു മൊമെൻറ്റം ഇന്നിങ്സിന് ആ ഒരു ഘട്ടത്തിൽ നൽകാൻ കെൽപ്പുള്ളവരാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അതുപോലെ മുന്നോട്ട് പോയില്ല. ഇന്ത്യ മറ്റ് ഓപ്ഷൻസാണ് ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ച് ജഡേജ ഫൈറ്റ് ചെയ്തിട്ടെന്ന് പറയാം. 44 പന്തിൽ നിന്ന് 27 റൺസാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന ഉണ്ടായിരുന്നത്. നിതീഷ് കുമാർ റെഡ്ഡി ഏതാണ്ട് ഒരു
റണ്ണേ ബോൾ, ജസ്റ്റ് അബവ് റണ്ണേ ബോൾ കളിച്ചു. 20 പന്തുകളിൽ നിന്ന് 21 റൺസ് അടിച്ചു. പക്ഷേ അങ്ങനെയൊക്കെ പോയിട്ടും ഇന്ത്യക്ക് ട്രിപ്പിൾ സെഞ്ചുറിയിലേക്ക് 300 റൺസിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. രാഹുൽ 92 പന്തിൽ നിന്ന് 112 റൺസ് അടിച്ചു. അപ്പോൾ അദ്ദേഹം ക്രീസിലുള്ളപ്പോൾ ആകെ പിറന്ന 169 റൺസിൽ 112ഉം അദ്ദേഹമാണ് അടിച്ചത് എന്നുകൂടി നമ്മൾ നോക്കണം. ഏതായാലും വളരെ മികച്ച രൂപത്തിലുള്ളൊരു ബാറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഇന്ത്യ ഒരു വിധത്തിൽ 284 എന്ന സ്കോറിലേക്ക് എത്തി. അപ്പോൾ 284 കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി ഗുഡ് സ്കോറാണ് എന്ന് തോന്നും. മാത്രമല്ല ഇന്ത്യൻ പേസർമാർ മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇപ്പോൾ നോക്കുക, ബോൾ നല്ല രൂപത്തിൽ സ്വിങ് ചെയ്യുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ബൗളർമാർ പന്തെറിഞ്ഞു. മുഹമ്മദ് സിറാജും അർഷദ് റാണയും പ്രസിദ്ധ് കൃഷ്ണയും ഒക്കെ അവരുടെ ഫസ്റ്റ് സ്പെല്ലുകളിൽ വളരെ എക്സലൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 53 റൺസാണ് അവർ 3 പേരും 5 ഓവർ വീതം ബൗൾ ചെയ്യുമ്പോൾ അവർ വിട്ടുകൊടുത്തത്. 15 ഓവറുകൾ അവർ ഒരുമിച്ച് എറിഞ്ഞത് എടുത്ത് നോക്കി അങ്ങനെ കാണാൻ പറ്റും. ദെൻ ഡെവൻ കോൺവോയും ഹെൻറി നിക്കോൾസിനെയും അവർ മടക്കി വിടുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് ചില പ്രതീക്ഷകൾ അവിടെ ഉണ്ടായിരുന്നു. സോ ബോൾ സ്റ്റിൽ സീമിങ് എന്ന് കണ്ടപ്പോൾ ഗില്ല് സ്പിന്നേഴ്സിനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിതീഷ് കുമാർ റെഡ്ഡിയെ ഉപയോഗിച്ചു. പക്ഷേ 2 ഓവർ മാത്രമാണ് നിതീഷ് കുമാർ റെഡ്ഡി പന്തെറിഞ്ഞത് എന്ന കാര്യം നോക്കണം. കാരണം അദ്ദേഹത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. 2 ഓവറിൽ 13 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അതിന് ശേഷമാണ് കുൽദീപിനെ ശരിക്കും പറഞ്ഞാൽ അവർ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തു. സ്കോർ അടിച്ച് തുടങ്ങിയെടുത്ത് ഇന്ത്യയുടെ പ്രതീക്ഷകൾ അവസാനിക്കുകയായിരുന്നു. ജഡേജയും റണ്ണ് കുറക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. 8 ഓവറിൽ 44 റൺസാണ് അദ്ദേഹം ഒടുവിൽ വിട്ടുകൊടുത്തിരുന്നത്. അവർക്ക് റിസ്ക് എടുത്തേ പറ്റൂ എന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിലും യങ്ങും ഡാരിൽ മിച്ചലും ചേർന്നുകൊണ്ട് കളി പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു. പിന്നെ യങ് മടങ്ങിപ്പോയതിനു ശേഷം ഗ്ലെൻ ഫിലിപ്സ് 25 പന്തിൽ നിന്ന് 32 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കൂടി കളിച്ചപ്പോൾ ഡാരിൽ മിച്ചൽ 117 പന്തിൽ നിന്ന് 131 റൺസിൻ്റെ കിടലൻ ഇന്നിങ്സ് കൂടി കളിച്ചപ്പോൾ ഇന്ത്യ മത്സരം അടിയറവ് വെക്കുകയായിരുന്നു. സോ തീർച്ചയായിട്ടും നമ്മുടെ ബൗളിങ്ങിൻ്റെ പരാധീനതകൾ അതുപോലെ തന്നെ പിച്ചിൻ്റെ കണ്ടീഷൻസ് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരാജയം നമുക്ക് സമ്മാനിക്കുന്നത്. ടീം കോമ്പിനേഷൻസിൽ സ്വാഭാവികമായിട്ടും കുറേ സംശയങ്ങളുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി 2 ഓവർ മാത്രം എറിയാനൊരു ഓൾറൗണ്ടർ, അതുപോലെ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞ 5 ODIകളിൽ നിന്ന് ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ് രവീന്ദ്ര ജഡേജയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ടീം കോമ്പിനേഷനിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ പോലും വരും മത്സരത്തിൽ മികച്ചൊരു പ്രകടനം നടത്തി സീരീസ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് ഈ കളിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.